പ്രളയത്തിൽ തകർന്ന ആലുവ മണപ്പുറത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് പുനഃസൃഷ്ടിച്ച് തോട്ടക്കാട്ടുകര നന്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നന്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. അത് വളരെ സന്തോഷത്തോടെ ഞാൻ കാണുകയാണ്. കാരണം പുതിയ തലമുറക്ക് ക്ലബ്ബ് ഉണ്ടാക്കി കൊടുക്കുക, അതിനോടനുബന്ധിച്ച് ഫുട്ബോളും മറ്റുള്ള കായികപരമായ അവർക്ക് പരിശീലനം നൽകുക, സ്പോർട്സിൽ അവരെ അഭിരുചിക്കനുസരിച്ചുകൊണ്ട് ക്ലബിന് മുന്നോട്ട് പോകാൻ സാധിക്കണം. സ്പോർട്സ് എന്നും ഒരു ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ പുതിയ തലമുറ തെറ്റായ വഴിയിലേക്ക് പോകുന്നത് അവർ ആലസ്യമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിപാടികൾ ഇല്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാതിരിക്കുമ്പോഴാണ്, അലസനായിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സമയം വെറുതെ ഇരിക്കുമ്പോഴാണ് ചില ശക്തികൾ അവരെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസും അതിനകത്ത് വളരെ സജീവമായി തന്നെ നിൽക്കുകയാണ്. ചെറുപ്പക്കാരെ നല്ല ദിക്കിലേക്ക് കൊണ്ടുപോകാൻ യൂത്ത് കോൺഗ്രസും വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ KSU ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടന മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ ഒരു പൊതു സ്ഥലമായി, പൊതുവേദിയായി മാറി നമ്മുടെ പുതിയ തലമുറയെ, നമുക്കറിയാം ഇവിടെ വിശാലമായ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഇവിടെ ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ സജ്ജീകരിച്ചിരുന്നു. പക്ഷെ നമുക്കറിയാം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് മാറ്റിയത്. നമുക്ക് മനോഹരമായ ഗ്രൗണ്ട്, അത് ഏതൊക്കെ രീതിയിൽ ഞാൻ ഗ്രൗണ്ടിനെ, അത് നിങ്ങളുടെ നന്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളുടെയും അതുപോലെ തന്നെ അതിലെ ഓരോ അംഗങ്ങളുടെയും താല്പര്യമനുസരിച്ചായിരിക്കും ഇനി ആ ക്ലബിന്റെ പുരോഗതിയും. അതിന് സ്വാഭാവികമായിട്ടും ഇപ്പൊ ജോണേട്ടനും ഞാനും ബാക്കി നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണ. നിങ്ങൾ ആ ക്ലബ് ഒന്ന് ഉഷാറാക്കിയെടുക്കും. അത് ഏത് ലെവലിലേക്ക് വരെ ക്ലബ് എത്തിക്കാൻ ഞങ്ങളുടെയൊക്കെ പൂർണ്ണമായ പിന്തുണയാണ്. അതിലെല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എല്ലാവരെയും ആ ക്ലബിലേക്ക്, ഈ നമ്മുടെ ഈ തോട്ടക്കാട്ടറ ഈ മണ്ഡലം അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള എല്ലാ ചെറുപ്പക്കാരെയും യുവതികളെയും എല്ലാവരെയും ആ ക്ലബിലേക്ക്, അത് എനിക്ക് തോന്നുന്നത് ഫുട്ബോളിൽ മാത്രം ഒതുങ്ങിയിട്ടുണ്ട്. ആ വരുന്ന കുട്ടികളുടെ അഭിരുചി എന്താണോ ആ അഭിരുചിക്ക് അനുസരിച്ചുകൊണ്ട് ഏത് സ്പോർട്സിനോടാണ് അവർക്ക് താല്പര്യം, ആ സ്പോർട്സിനോട് താല്പര്യം അനുസരിച്ചുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള പ്രാക്ടീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ചിലർ ഷട്ടിൽ കളിക്കാനായിരിക്കും, ചിലർ കുട്ടികൾക്കുള്ള ജേഴ്സികൾ നഗരസഭാ ചെയർമാൻ MO ജോൺ വിതരണം ചെയ്തു. അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബാബു കൊല്ലംപറമ്പിൽ, നഗരസഭാ മുൻ അധ്യക്ഷ ലിസി എബ്രഹാം, നഗരസഭാംഗം ഷെമ്മി, ജിസ്മോൻ, വിജയകുമാർ, ഷിഹാബ്, അനൂപ് ശിവശക്തി, റഫീഖ് കരോട്ടെക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ വാർഡിൽ വന്ന മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 3-ാം വാർഡ് എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസത്തിന് മുൻപ്, എന്നാൽ ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളെല്ലാം ഈ പരിസരവാസികളാണ്. ഈ ചെറുപ്പക്കാരുടെയും അതിന് പിന്തുണ നൽകിയ മറ്റുള്ളവരുടെയും എല്ലാം സഹായ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മാറ്റത്തിന് തുടക്കം കൊടുത്തത്. ഇപ്പൊ നമ്മുടെ GCDA മുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങി ദേശം കടവ് വരെയുള്ള സ്ഥലങ്ങളിലെ വളരെ ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ഈ സ്ഥലം മുഴുവൻ അവരുടെ ശുചീകരണ പ്രവർത്തനം കൊണ്ട് തന്നെ വളരെ വൃത്തിയാക്കുകയും ഇനി അത് മോശമായ രീതിയിലല്ലാത്ത നല്ല രീതിയിലുള്ള മുന്നോട്ട് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ നമ്മുടെ മണപ്പുറത്ത് നടക്കുന്ന കാട് കയറി കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ സന്ധ്യാസമയങ്ങളിൽ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ അതെല്ലാം അവർ നിർത്തൽ ചെയ്തു. അതുപോലെ ഇവിടെ നമ്മുടെ കുട്ടികളെല്ലാം ഈ ഹോളി ഗോസ്റ്റ് കോൺവെന്റ്, ആ കോൺവെന്റിലേക്ക് പോകുന്ന ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരെയും അവിടെ നമുക്കറിയാം, നമ്മുടെ കുട്ടികളെല്ലാം അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അവിടെയും ചില ലൈംഗിക വൈകൃതങ്ങൾ ഉള്ള അവിടെ വന്ന് മോശമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിച്ചവരെ എല്ലാം പിടിച്ച് അവിടെ പോയി ഉത്തരവാദിത്തപ്പെട്ട നിയമപാലകരെ ഏൽപ്പിക്കുകയും, അതുപോലെ തന്നെ ആലപ്പുഴ മുതലുള്ള അവർ വന്നിവിടെ കന്നുകാലികളെ കട്ടുകൊണ്ടു പോകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അവരെ പിടിച്ചു, അവരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഈ നാടിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു യുവജന കൂട്ടായ്മ, ആ യുവജന കൂട്ടായ്മ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം. നാടിനെ നന്മകൾ ചെയ്യുന്നവരായിട്ട് മാറ്റണം. എല്ലാവരും ചിലപ്പോൾ
ചെറുപ്പകാലങ്ങളിൽ തെറ്റുകുറ്റങ്ങളില്ലാത്തവരില്ല. പല രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളും പ്രവണതകളും അവരിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അവരെ എല്ലാം മാറ്റിയെടുക്കാൻ നമ്മളാണ്, മുതിർന്നവരായ നമ്മളാണ് അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടത്. കാരണം ഒരു തെറ്റ് ചെയ്ത് അതല്ല എന്നും അവന് കുറ്റക്കാരനായി നമ്മൾ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരൊരിക്കലും നന്നാവില്ല. പക്ഷേ കാൽപന്തുകളിലൂടെയുള്ള ആവേശ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ മണപ്പുറം നന്മ ആർട്സ് ആൻഡ് സ്പോർട്സ് ഫുട്ബോൾ മൈതാനം ഭാവി തലമുറകൾക്ക് വേണ്ടി തോട്ടക്കാട്ടുകര മണ്ഡലം INC പ്രവർത്തകരുടെ പ്രയത്നത്തിന്റെ ഫലമായി നമ്മുടെ ആദരണീയായ അൻവർ സാദത്ത് MLA-യും മുനിസിപ്പൽ ചെയർമാൻ MO ജോണും നാടിനെ കാഴ്ചവെച്ചിരിക്കുകയാണ്. ഈ അസുലഭ നിമിഷത്തിൽ പങ്കാളികളായ നിങ്ങളെ ഓരോരുത്തരെയും INC-യുടെ പ്രവർത്തകരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവകലം, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൌൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ്. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടയ്ക്കാട്ടുകര, ആലുവ.